നമസ്കാരം. ചെമ്പനീർ പൂവ് വളരെ സംഘർഷപ്രദമായ മുഹൂർത്തങ്ങൾ തന്നെയാണ് കേട്ടോ ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ സച്ചി നമ്മുടെ ശ്രീകാന്ത് വർക്ക് ചെയ്യുന്ന റെസ്റ്റോറന്റിൽ വന്നിട്ട് അടിയോടടി എന്ന് പറഞ്ഞാൽ പൂരപ്പുറം പടി എന്ന് നമ്മുടെ ശ്രീകാന്തിനോട്ട് നല്ലോണം അടികൊള്ളുന്നുണ്ട് കേട്ടോ. ഒരുമാതിരി ഗുണ്ടകൾ ഇടിക്കുന്ന പോലെ ആട്ടോ നമ്മുടെ ശ്രീകാന്തിനെ എടുത്തിട്ട് തല്ലുന്നത്. എന്നിട്ട് സച്ചി പറയുന്നുണ്ട്, ഇനി എൻ്റെ അച്ഛന് 2 മക്കളേ ഉള്ളൂ, നീ മേലിൽ അവിടെ വന്നു പോകരുത്, നീ അത്രയ്ക്ക് ഞങ്ങൾ അപമാനിച്ചു കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്തിന് കൊടുക്കേണ്ട അടിയൊക്കെ കൊടുത്തിട്ട് നമ്മുടെ സച്ചി ഭയങ്കര സിനിമ സ്റ്റൈലിൽ സ്ലോ മോഷനിലൊക്കെ പുറത്തോട്ട് പോകുക കേട്ടോ. അപ്പോഴാണ് നമ്മുടെ രേവതി സച്ചിയെ കാണാൻ വരുന്നുണ്ട്. അപ്പൊ സച്ചിനോട് എന്തൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ സച്ചി എനിക്കൊന്നും കേൾക്കണ്ട എന്ന് പറയില്ല. ഡയലോഗ് റിപ്പീറ്റേഷൻ മാത്രമേ ഉള്ളൂ. അതിൽ കുറച്ച് ഓവറായിട്ട് തോന്നിട്ടോ. സച്ചി മറ്റൊരാൾ പറയുന്ന ഒരു കാര്യം കേൾക്കെങ്കിലും ചെയ്തോളൂ. ഇത്ര നാളും ഭാര്യയായിട്ട് കഴിഞ്ഞതല്ലോ അതല്ലെങ്കിൽ രേവതി അല്ലേ. അപ്പൊ എന്തായാലും ഇപ്പൊ രേവതി അവസാനം പറയുന്നുണ്ട്, ഞാൻ പറയുന്നൊന്നും കേൾക്കണ്ട, ഒരിക്കലും നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഒരു കാര്യത്തിൽ ഞാൻ തെറ്റുകാരിയല്ല, അന്ന് നിങ്ങൾ എൻ്റെ അടുത്ത് എന്നെ അന്വേഷിച്ച് വരുമ്പോൾ ഞാൻ ചിലപ്പോൾ ഉണ്ടായിന്ന് വരില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ സച്ചി ഭയങ്കരമായിട്ട് വണ്ടിയിൽ കയറിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് റേസ് ചെയ്തിട്ട് രേവതി ഇടയ്ക്ക് നേരെ വണ്ടി ഇങ്ങനെ പാഞ്ഞ് ഓടിക്കുന്ന ദൃശ്യങ്ങളായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്പൊ രേവതി ആണെങ്കിൽ വണ്ടിയുടെ മുന്നിൽ നിന്ന് മാറുന്നില്ല, സച്ചി ആണെങ്കിൽ പാഞ്ഞു വരുന്നുണ്ട്. എന്തായാലും നമ്മുടെ സച്ചി രേവതിയെ ഇടിച്ചിടില്ല, അത് നമുക്കറിയാം അല്ലെ. ചിലപ്പോൾ അപ്പുറത്തോട്ട് സൈഡിൽ കൂടെയൊക്കെ പാഞ്ഞു കൊണ്ടുപോകുമായിരിക്കും നമ്മുടെ സച്ചി വണ്ടി അല്ലെ. അപ്പൊ എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാട്ടോ. അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.